എന്ത് തെറ്റ് ചെയ്താലും അതിനൊരു പരിഹാരമുണ്ടല്ലോ. അതിന് കൊലപാതകം ഒന്നിനും പരിഹാരമല്ല. വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റാത്തൊരു രാത്രി മുറ്റത്തൊക്കെ ഇറങ്ങുന്നത്. പക്ഷേ ഇപ്പം ഇറങ്ങാൻ പോലും ഭയന്ന് പോയെന്നുള്ളതാണ്. അതിൻ്റെ ആണുങ്ങൾ പറയുന്ന കേട്ട് ജീവിക്കണം എന്നുള്ളതല്ലയോ. എത്ര കാലം ആണെങ്കിലും അവർ പറയുന്ന കേട്ട് ജീവിക്കണം. അവർ നമുക്ക് വേണ്ടി നമ്മക്കും മക്കൾക്കും വേണ്ടി കഷ്ടപ്പെടുന്നില്ലേ. മാനസികമായി നമുക്ക് തോന്നിട്ടില്ല. കാരണം പുള്ളി ആരോടും സംസാരിക്കുന്നില്ല. പുള്ളി കറക്റ്റ് ജോലിക്ക് പോകും. അല്ലാതെ മാനസികരോഗ്യം നമുക്ക് തോന്നിട്ടില്ല. അവങ്ങളുടെ കൂടെ ആരുടെ വർത്തമാനം ജോലിയുണ്ടല്ലോ, കമ്പനി ജോലിക്ക് പോകുന്നുണ്ടല്ലോ. അപ്പം മാനസികരോഗി ജോലി കിട്ടുമോ? അതിനെപ്പറ്റി നമുക്ക് ഒന്നും പറയാം. മലയാളം തെളിയിക്കുന്ന ഡോക്ടറാണ് തെളിയിക്കുന്നത്. അത്രമാത്രം അയാളുടെ മനസ്സൊന്ന് ഓർത്ത് നോക്കി. ഇപ്പം നിങ്ങളൊക്കെ ആകുമ്പോൾ ഇയാളെ അത്രയും അടുത്തറിയാവുന്ന ആളല്ലേ? അടുത്തറിയാവുന്ന ആളാണ്. കാരണം അവരുടെ കുടുംബത്തിൽ എന്താ പ്രശ്നം നമുക്കറിയത്തില്ലല്ലോ. കുടുംബ പ്രശ്നമാണല്ലോ ഇതിൻ്റെ മെയിൻ കാരണം സംഭവിച്ചിരിക്കുന്നത്. അവരുടെ കുടുംബ പ്രശ്നത്തെ പറ്റി നമുക്കറിയത്തില്ല. നമ്മൾ കൂടുതൽ ടച്ചില്ല അതുമായിട്ട്. കാണുമ്പോഴേക്കും മിണ്ടും അതൊക്കെ ഉള്ളൂ. ഇങ്ങനെ പറയുന്നു, നമുക്കതിനെ പറ്റി കറക്റ്റ് അറിയത്തില്ല. നമ്മളെ ഓരോ പ്രശ്നങ്ങളാണ് നമ്മൾ നേരിട്ട് കാണണം, അല്ലെ കേൾക്കണം. അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. പലരും പല അഭിപ്രായങ്ങൾ പറയും. നമുക്കതിനകത്ത് ഉൾക്കൊള്ളേണ്ട കാര്യമില്ലല്ലോ. വിഷമം തോന്നി. കാരണം ഒരു എന്ത് തെറ്റ് ചെയ്താലും അതിനൊരു പരിഹാരമുണ്ടല്ലോ. അതിന് കൊലപാതകം ഒന്നിനും പരിഹാരമല്ല. അയാൾക്കത് ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടായാലും താമസം ഇഷ്ടമില്ലെങ്കിൽ അതൊക്കെ വേറെ വലിയ പോവാം. കൊലപാതകം എന്ന് പറയുമ്പോൾ അവർക്കും പോവാം. പിന്നെ മാനസികാവസ്ഥ എന്ന് പറയുമ്പോൾ അയാൾ തങ്ങളെ കഷ്ടപ്പെട്ട മുതലൊക്കെ നഷ്ടപ്പെടും എന്നും പറയുമ്പോൾ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഇതാർക്കെങ്കിലും ഉണ്ടാകും. ചേട്ടനാണില്ലേ ഗൾഫിലൊക്കെ ഇപ്പോൾ ഓരോരുത്തർ 10-60 വർഷം വരെ ജോലിയും ചെയ്ത് വീട്ടിൽ വരുമ്പോൾ ഭാര്യയും മക്കളും വേറെ ഇടത്തിൻ്റെ കൂടെ പോയി. അവർക്ക് വീടില്ല, കൂടില്ല, അനാഥമായിട്ട് പോയിട്ടില്ല. അങ്ങനെ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ പലർക്കും പല മാനസികാവസ്ഥയല്ലേ. എൻ്റെ ചിന്താഗതിയിലുള്ള ചേട്ടൻ ചിന്താഗതി. അത് ഓരോരുത്തർക്കും ഓരോ മാനസികാവസ്ഥയുണ്ട്. അതിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും കുടുംബങ്ങളിലുണ്ടാകും. എല്ലായിടത്തൊന്നും പറയാൻ പറ്റില്ല. അത് പൊതുവൊരു ഇതാണ്. സ്ത്രീകളാണ് ഒരു കുടുംബത്തിലെ നാഥ. അവരുടെ താളം തെറ്റിക്കഴിഞ്ഞാൽ ആ കുടുംബം പോയി. അതിനിപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. വലിയതല്ലേ ഉള്ളൂ. ഇപ്പോൾ അവർക്കൊന്നും ജോലിയില്ല, വേലയില്ല, ഒന്നുമില്ലായിരിക്കുക. അവർക്ക് ഒരു പരിധിക്ക് അപ്പുറം ഒന്നും ചെയ്യാനും പറ്റില്ല. പിന്നെ അല്ലെ അങ്ങനെ എന്തെങ്കിലും നാട്ടുകാരെന്തെങ്കിലും സഹായിക്കണം. കാരണം ഇപ്പോൾ ഒറ്റപ്പെട്ട പോലെ വീട്ടിൽ ആരും ഇല്ലാത്തൊരവസ്ഥയായി മാറിയില്ലേ. പിന്നെ അവർക്ക് ഇനി തൊഴിൽ ചികിത്സ കാശൊന്നുമില്ലായിരുമ്പോൾ നാട്ടുകാർ സഹായിക്കും. ഞാൻ ഇവിടെ ഇരിക്കുമായിരുന്നു. അന്നേരം വെളുപ്പിനാണ് ഈ മൊച്ചയും വെള്ളം കെട്ടത്. ഞാൻ ചെന്നപ്പോൾ മുടി താഴെ കിടക്കുക. മുടി എന്നെ എടുത്ത് തുണിയിലിട്ട് വെക്കുക, പിന്നെ കൊണ്ടുപോകാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട്. അപ്പം മരിച്ച അവസ്ഥ തന്നെയായിരുന്നു. അപ്പോഴത്തേന് ഞാൻ അന്നേരം ബോധമൊന്നും അന്ന് അനക്കൊന്നുമില്ല. അത്രേ അറിയത്തുള്ളൂ. ശരിക്കും നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ അവസ്ഥയിൽ നിന്നും മാറാൻ പറ്റുന്നില്ല. അന്ന് ആ അവസ്ഥയിലുണ്ട്. എനിക്ക് ഭയങ്കര മാനസിക അസ്വസ്ഥയായിരുന്നു അന്നത്തെ ഒരു ദിവസം. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ പലരും പറയുന്നു, പലർക്കും ഞങ്ങളിപ്പോൾ ചോദിച്ചപ്പോഴേ എല്ലാവരും പറയുന്നു പലർക്കും ജോലി ചെയ്യാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. അല്ല വെറും മൂകതയായിരുന്നു. ഞാൻ മൂകതയായിരുന്നു. കാരണം അത് രംഗം നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വല്ലാത്ത മൈൻഡ് ഔട്ടായിപ്പോയി. പുള്ളി പറയാണ് ടാപ്പ് ചെയ്ത് പാലിപ്പോൾ അതുപോലെ തന്നെ ഇരിക്കുക. എനിക്ക് ഇതുവരെ ഷീറ്റ് അടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അതുപോലെ രാവിലെ 6:30 കാണും ഈ സംഭവം നടക്കുമ്പോൾ. ഞാൻ ജോൺ സിറ്റ് ഔട്ട് ഇരിക്കായിരുന്നു. ഞാനടുത്ത് ചിലവെള്ളം കൂടി ചവിട്ടുന്നപ്പോഴാണ് ഒറ്റപ്പാട് അങ്ങോട്ട് കുറച്ചു നേരം ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ അത് ഞാൻ ഇതിലൊക്കെ ഇറങ്ങി അങ്ങ് പോയി കാണുന്നത്. ഇങ്ങോട്ടൊക്കെ വരത്തൊന്നും വലിയ സഹകരണമൊന്നും വെള്ളമടിയല്ല, പുകവലി അങ്ങനെയുള്ളതൊന്നുമില്ല. വീട് നോക്കുന്നില്ലെന്നാ പറയുന്നത് എല്ലാവരും. വീട് നോക്കുന്ന ആളായിരുന്നു. ഇവള് ജോലിക്കൊന്നും പോവരെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ, ഇയാൾ പറയുന്ന കേൾക്കാതെ ജോലിക്കൊക്കെ പോവായിരുന്നു. അതാ വിഷയം. അവിടുത്തെ അയാൾ പറയുന്ന കേൾക്കുന്നില്ലെന്നുള്ളതാ വിഷയം. അല്ല, ഞാൻ പറയുന്നത് ജോലിക്ക് പോയാലും വീട്ടിലേക്ക് ചിലവ് മുഴുവൻ ഇപ്പൊ കൊച്ചിനെ ഞങ്ങൾക്ക് സംസാരിച്ചിരുന്നു. അവൻ പറയുന്നത് വീട്ടിലെ കാര്യങ്ങളൊക്കെ അമ്മയെ നോക്കുന്ന പറയുന്നത്, പിള്ളേരെ പഠിത്ത കാര്യങ്ങളും. ഈ ഇടക്കാലം കൊണ്ട് തള്ള ജോലിക്ക് പോകുന്നുണ്ട്, തള്ള നോക്കുന്നു. അയാൾ നോക്കുന്നില്ലെന്നാ പറഞ്ഞത്. അതിനെപ്പറ്റിയൊന്നും നമുക്കറിയാമില്ല. നമ്മൾ അങ്ങനെ കൂടുതൽ മൂത്ത കൊച്ചിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല. അയാൾ സത്യം പറഞ്ഞ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ഇത് ഇയാൾ ഭാര്യയെ വെട്ടിക്കുത്തി കൊന്നെന്നുള്ളതല്ല. അതിനുശേഷം ഈ സന്തോഷത്തോടുകൂടി ഞാൻ ചെയ്തത് നല്ല കാര്യമാണ്, ഇവളെപ്പോലുള്ളവരെയൊക്കെ ജീവിച്ചിരുത്തരുത്, ഇവള് മോശമായിട്ട് ജീവിച്ചൊരു സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു ലൈവായിട്ട് സോഷ്യൽ മീഡിയയിൽ. അതാണിപ്പം കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്നത്. ചെയ്യണ്ടായിരുന്നു, അവളെ വിട്ടാൽ മതിയായിരുന്നു, അവളെ വഴിക്ക് അവൾ പോയാനായിരുന്നു. പക്ഷേ അയാളെ മാനസികാവസ്ഥ വിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ജീവിതം ഉണ്ടോ? ഓരോരുത്തരൊക്കെ ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇല്ലല്ലേ? അല്ല, 3-4 കേസ് ഇവര് കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞു ഇയാൾക്കെതിരെ. കേസും വഴക്കൊക്കെ ആയിരുന്നു ഈ കഴിഞ്ഞിടയ്ക്ക്. അവളെ ഉപദ്രവിക്കരുതെന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ വന്ന് അവിടെ വഴക്കായിരുന്നു എന്നൊക്കെയാ പറയുന്നത്. രക്തം നോക്കാനെ കൊണ്ട് പൊന്നൂര് നിൽക്കുക. മോളെയും കൊണ്ട് ഞാൻ പൊന്നൂര് നിൽക്കുക, രാവിലെ നിൽക്കുക.
തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഓട്ടോയിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് കാണുന്നത്. അന്നേരം എന്തുവാന്ന് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നെന്ന്. പക്ഷെ അന്നേരം നമുക്കത് വിശ്വസിക്കാൻ വയ്യാതെ വെട്ടി അന്നേരം കൊന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഇതായിരുന്നു. അവളെ വഴിക്ക് അങ്ങ് വിട്ടാൽ മതിയായിരുന്നു കൊല്ലണ്ടായിരുന്നു. സ്നേഹിച്ച് കെട്ടിയതാണ്. അതായത് തിരുപ്പൂര് പോയി ഒന്നിച്ച് ജീവിച്ചു ഇവിടുന്ന് പോയിട്ട്. എന്നിട്ട് അവിടെ വെച്ചാണ് പിള്ളേരുണ്ടാകുന്നത്. പിള്ളേരെ ഉണ്ടായി കഴിഞ്ഞ് നാട്ടിലെത്തി കഴിഞ്ഞിട്ടാണ് മിന്ന് കിട്ടുന്നത്. ഇവിടെ വന്നിട്ട് പള്ളി വെച്ച് മിന്ന് കിട്ടുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് 10-13 കൊല്ലമായേ. അതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും അവരെ പറ്റി അറിയാൻ പറ്റില്ല. അല്ല ഒരു അയാൾ കുടിക്കുന്നതൊന്നും അല്ല, നല്ല സ്വഭാവം, ജോലിക്കും ഒക്കെ വെട്ടാനും ഒക്കെ പോകുന്നതൊക്കെ. പക്ഷെ കുഴപ്പമൊന്നുമില്ല. അയാൾ ആരുടെ നമ്മൾ ഇവിടെ സഹകരണമൊന്നുമില്ല. എല്ലാവരും മിണ്ടും പറയും. അതേ അത്രയേ ഉള്ളൂ. ലെവലിക്കൊന്നും പോകുന്നതൊന്നും അല്ല. വെള്ളം അടിച്ചിട്ട് നാട്ടുകാരുമായിട്ടൊന്നും ഒരു പ്രശ്നമില്ല. ഒന്നിനും പോകത്തില്ല. വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടോ പുള്ളി? ഞാൻ അങ്ങനെ മിണ്ടിട്ടില്ല. ഈ ശാലിനിയോ? ശാലിനി കുഴപ്പമില്ല. ശാലിനി അടുത്തൊക്കെ മിണ്ടും ഞങ്ങൾ. ഇങ്ങനെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഭർത്താവ് പറയുന്നത് നീ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞെങ്കിൽ നീ പോകണ്ട, അങ്ങനെ ഒന്ന് നോക്ക്, വഴക്കൊഴിവാക്കട്ടെ, ഒക്കത്തില്ല ചേച്ചി, അയാളെ ഇവിടെ പറ്റത്തില്ല, അങ്ങനെ ഞാനെന്നൊക്കെയാണ് പറയുന്നത്. നമുക്കിതൊന്നും അറിയാൻ വയ്യ, എന്തുവാ ഏതാണെന്നൊന്നും നമുക്കറിയാം. ഒരു പണ്ട് തൊട്ടേ ഇവിടെ ഉള്ളവരെ നമുക്ക് അതിനെപ്പറ്റി നമുക്ക് കൂടുതലും അറിയത്തില്ല. ഇപ്പോൾ ടി വിയിലും പത്രത്തിലൊക്കെ കണ്ടേ നമ്മൾ ഇതെങ്ങനെ അറിയുള്ളൂ. ഇത് ഇങ്ങനെ നമ്മളെ മുറ്റത്ത് ഇങ്ങനെ നടന്നെന്ന് പറയുമ്പോൾ നമുക്ക് അന്നേരം വിശ്വസിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. ചേട്ടൻ ഇതേപോലെ ഇവിടെ നിന്ന് വാ കെട്ടി ഇങ്ങനെ പോയെന്ന് പറഞ്ഞ് ചെന്ന് കണ്ടെന്ന് പറഞ്ഞ് രക്തത്തിൽ ഇങ്ങനെ കുളിച്ച് കിടക്കുന്ന കണ്ട്. അന്നേരം ഞാൻ പറയുകയും ചെയ്യും എന്തിനു പോയി കണ്ടു, നമ്മൾ അറിയുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടേക്കുന്നത്, നമ്മൾ അറിഞ്ഞില്ലല്ലേ. അങ്ങനെ വന്ന് ഇവിടെ അന്ന് ആരും മിണ്ടാട്ടവും പറച്ചിലും ഒന്നുമില്ല, ഇങ്ങനെ മൂകതയായിട്ട് അങ്ങ് ഇരിക്കുവാണ്. പെട്ടെന്നില്ല കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് തന്നെ ഒരു ഇതായിപ്പോയി. വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു ഇതാണ്. രാത്രി മുറ്റത്തൊക്കെ ഇറങ്ങുന്നതാണ്. പക്ഷേ ഇപ്പം ഇറങ്ങാൻ പോലും ഭയന്ന് പോയെന്നുള്ളതാണ്. പലർക്കും ജോലി ചെയ്യാൻ പോലും പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. പെട്ടെന്നൊക്കെ ഇത് കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അവള് ഈ സമയം കൊണ്ട് DNK ഇങ്ങനെ പോയി അന്നേരം ഇയാൾ പറഞ്ഞെന്ന് പോകണ്ട എന്നൊക്കെ പറഞ്ഞത്. അത് കേൾക്കാതെ ഇവള് പോയി എടുക്കുകയൊക്കെ ചെയ്തെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എൻ്റെ ആണുങ്ങൾ പറയുന്ന കേട്ട് ജീവിക്കണം എന്നുള്ളതല്ലയോ. എത്ര കാലം ആണെങ്കിലും അവർ പറയുന്ന കേട്ട് ജീവിക്കണം. അവർ നമുക്ക് വേണ്ടി നമ്മളെ മക്കൾക്കും വേണ്ടി കഷ്ടപ്പെടുന്നില്ലേ. പക്ഷെ അവർ പറയുന്ന കേൾക്കണ്ടേ നമ്മള്. പക്ഷെ ഒരു മാനസിക രോഗിയാണെങ്കിലോ? മാനസിക രോഗിയാണെന്ന് കേൾക്കത്തില്ല. അല്ല, ഇപ്പൊ ഒരാണുങ്ങൾ മാനസിക രോഗിയാണെങ്കിലോ? ആണെങ്കിൽ പെണ്ണുങ്ങൾ കേൾക്കത്തില്ല. ഇത്രമാത്രം സഹിക്കാൻ പറ്റും? ഇന്ന് പഴയ കാലഘട്ടമാണോ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.